ചങ്ങാത്തം കൂടി അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു ചെത്തച്ഛൻ തെങ്ങിലിരുന്ന് തെങ്ങ് ചെത്തുകയായിരുന്നു. അപ്പോൾ ഉടനെ കുറുക്കൻ പറഞ്ഞ്, ചെത്തച്ഛ ഞങ്ങൾക്കൊരു എന്ന് പറയും. അപ്പോൾ കൊതുമ്പ് വെള്ളം കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞ്, ചെത്തച്ഛ ഞങ്ങൾക്കൊരു കഴുക്കോല് ചെത്തിയിട്ട് തരാൻ പറയും. അങ്ങനെ കഴുക്കോലും പൊങ്കായും എല്ലാം ചെത്തിയിട്ട് തന്ന് രണ്ടുപേരും കൂടി വള്ളത്തെ കയറി വലിച്ച് ഇങ്ങനെ പോയി. ഒരു കൊതുമ്പ് വള്ളത്തെ വലിച്ചു പോവുകയാണ്. അപ്പോൾ അവിലും മലരും നെല്ലും അരി എല്ലാം കൂടി ഈ വള്ളത്തെ കയറ്റി വെച്ച് ഇവരിങ്ങനെ പോയി. കുറുക്കന് കൊക്കിന് വിശന്നിട്ട് ഒരു ജാതിക്കും പാടില്ല. അപ്പോൾ കുറുക്കനോട് പറഞ്ഞ്, ചങ്ങാതി എനിക്ക് വിശക്കണല്ല എന്ന് പറയും. ഇത്തിരി കഴിയട്ടെ വള്ളം എടുക്കാറാകട്ടെ എന്ന് പറയും. എന്നിട്ടും സമ്മതിക്കാതെ പിന്നെയും കൊക്ക് പറഞ്ഞ്, ചങ്ങാതി വിശക്കണമെന്ന് പറയും. എന്നാ അവിലാനൊന്ന് കൊത്തിയെടുത്തോന്ന് പറഞ്ഞു. കൊത്തിയിട്ടും കിട്ടുന്നില്ലല്ലോ ചങ്ങാതി എന്ന് പറയും. എന്നാൽ ആഞ്ഞിക്കൊത്തോന്ന് പറയും. അങ്ങനെ ആഞ്ഞിക്കൊത്തിയ ഉടനെ തന്നെ വള്ളം നൊത്തുപോയി, കൊക്ക് പറന്നും പോയി, കുറുക്കൻ താന്നും പോയി. അങ്ങനെ ആപ്പോട്ടയും പിടിച്ച് കുറുക്കൻ ഇങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഞണ്ടിനെ കണ്ട്. ഞണ്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ചവിട്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഞണ്ട് നിരച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറുക്കൻ ഇങ്ങനെ നടന്ന് പോട്ട പിടിച്ച് പോയപ്പോൾ ഒരു മുഴുത്ത പുല്ലിൽ പിടിച്ച് ആ പോട്ടയും പൊട്ടി അങ്ങനെ കരപറ്റി ഞണ്ടും നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഒരു കരിമീത്തിനെ കണ്ടു. അപ്പോൾ ആ കരിമീത്തിനെ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കൊക്ക് പറന്നൊരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ പോയി ഇരിക്കുകയാണ്. വിഷമിച്ച് വള്ളം മുങ്ങിപ്പോയി, എൻ്റെ ചങ്ങാതി ചത്തുപോയി കാണുമെന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ കുറുക്കച്ചാരി കരിമീനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ പണ്ടത്തെ ഒരു അമ്മുമ്മ ഇങ്ങനെ വറകലത്തിൽ നെല്ല് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കുളിര് പിടിച്ച് ഇങ്ങനെ കിടുകിട പറച്ച്, അമ്മുമ്മേ എനിക്ക് ഈ മീനും ഞാൻ ചുട്ടുതാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അമ്മുമ്മ ഈ മീൻ ചുട്ടു കൊടുത്തു. അപ്പം അതും കൊണ്ട് കുറുക്കച്ചാരിങ്ങനെ പോയി കൈ പൊള്ളി ഒരു മരത്തിൻ്റെ ചോട്ട് തണലത്ത് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കൊക്കച്ചാർ ഇത് കണ്ട് പറന്ന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ, ചങ്ങാതി എനിക്കും താ ചങ്ങാതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ചങ്ങാതിക്കും കൊടുത്ത് ഇതിങ്ങനെ തിന്ന് കുറുക്കൻ്റെ തൊണ്ടയിൽ മുള്ളു പോയി തൊണ്ട ഇങ്ങനെ വല്ലാണ്ട് പഴുത്ത് അങ്ങനെ വഴുപ്പുമായിട്ട് പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭട്ടന്മാരുടെ വീട്ടിൽ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പഴുപ്പ് തൊണ്ടയിൽ നിന്നിങ്ങനെ ഇതെടുത്ത് തൈരായിട്ട് ഈ ഭട്ടന്മാർക്ക് കൊടുത്ത് അവരത് കൂട്ടി നല്ല സദ്യ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ കൊക്കും കുറുക്കനും കൂടി 2 ചെണ്ട എടുത്തുകൊണ്ട് ഇങ്ങനെ കൊട്ടി, ചരകോടിപ്പട്ടരെ ഡുണ്ടുണ്ടക്കട, ചരകോടിപ്പട്ടരെ ഡുണ്ടുണ്ടക്കട, എന്താ ചലങ്കുടിപ്പട്ടരെ ഡുണ്ടുണ്ടക്കട. അങ്ങനെ കൊക്കും കുറുക്കനും പറഞ്ഞ് അവരെ കളിയാക്കി വീണ്ടും അവർ കൂട്ടുകൂടി ഞാൻ ഇങ്ങോട്ടും പോന്നു.